ഹായ് ഫ്രണ്ട്സ്, +2 നീറ്റും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് പഠിക്കുന്ന ഒരു വിഭാഗം കുട്ടികളോടാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഞാൻ അബാൻ അഹമ്മദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ +2 നീറ്റും എന്നുള്ളത് രണ്ട് ഡിഫറെൻറ്റ് എക്സാംസ് ആയി കാണാണ്ട് ഒരേ ഫണ്ടമെന്റൽസ് ഫോളോ ചെയ്യുന്ന ഒരേ NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കേണ്ട രണ്ട് എക്സാംസ് ആണ്. ബോർഡ് എക്സാമിന് ശേഷം നമുക്ക് നീറ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ അറൗണ്ട് 30 ഡേയ്സ് കിട്ടും. നീറ്റ് ആസ്പിറൻസ് ആയി നമുക്കറിയാം 30 ഡേയ്സ് കൊണ്ട് സ്ക്വയർ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഒരു പോസിബിൾ ടാസ്ക് അല്ല. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം നൗ. ബോർഡ് എക്സാംസിന് പാരലായിട്ട് തന്നെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകണം. സോ എങ്ങനെ പ്രിപ്പറേഷൻ ഒരുമിച്ച് കൊണ്ടുപോകാം? 1-2 ദിവസം ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. ബോർഡ് എക്സാംസിന് മുമ്പായിട്ടുള്ള 2-3 ദിവസം ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. ബട്ട് അൺടിൽ ദെൻ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പോയിന്റ് 2, ബോർഡ് എക്സാംസിന് വേണ്ടി പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ നീറ്റ് റിലേറ്റഡ് MCQs അഥവാ PYQs നിങ്ങൾ പാരലലി ചെയ്യാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് നീറ്റ് പ്രിപ്പറേഷൻ എന്ന് മാത്രമല്ല, നിങ്ങളുടെ ബോർഡ് എക്സാംസിന് വേണ്ടി പഠിച്ച തിയറി കുറച്ചും കൂടി സ്ട്രോങ് ആവുകയും കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും ചെയ്യും. പോയിന്റ് 3, ബോർഡ് എക്സാമിന് ടെക്സ്റ്റ് ബുക്സ് വായിക്കുമ്പം നീറ്റിന് വേണ്ടി ഉപകാരപ്പെടും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തന്നെ നിങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് കുറച്ച് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് ലാസ്റ്റ് വീക്ക് നീറ്റ് പ്രിപ്പറേഷനിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾസോ ബോർഡ് എക്സാമിനേഷൻ പ്രാക്ടിക്കലിന് നീറ്റിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ വെർനിയർ കാലിപ്പർ എന്നുള്ള ടോപ്പിക്സ് ഒക്കെ ഇപ്പോഴും നീറ്റിന് വളരെ ഹൈ പ്രയോറിറ്റി ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ പ്രാക്ടിക്കൽസിന് വേണ്ടി അഥവാ ബോർഡ് എക്സാമിനേഷൻ പ്രാക്ടിക്കൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം ഇത് നീറ്റിന് കൂടെ ഉപകാരപ്പെടും എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കണം. സോ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ബോർഡ് എക്സാം പ്രിപ്പറേഷനും നീറ്റ് എക്സാം പ്രിപ്പറേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. സോ സ്റ്റേ കോൺഫിഡൻറ്റ്, കീപ് ലേണിംഗ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്.